മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന പഴം പ്രഥമൻ തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ ഈ പഴം ഒന്ന് ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് പഴം ചെറുതായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. പഴം വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പായസത്തിന് മധുരം എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 പാൽ 3 കപ്പും 1 കപ്പ് 1 പാലും എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ശർക്കരയും നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പായസത്തിലേക്ക് ചേർക്കുമ്പോൾ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പായസം ഉരുളിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തിട്ട് 2-3 മിനിറ്റ് ഇത് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയായിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ശർക്കരയിൽ ഇട്ടിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഈ പഴവും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിൻ്റെ ആ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞ് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. പഴവും ശർക്കരയും കൂടി നന്നായിട്ട് നമ്മളൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് 2 പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഇതിൽ കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. രണ്ടാം പാൽ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടെ ഇത് ഇളക്കി ഇത് വറ്റിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ചേർക്കുന്ന പായസത്തിലൊക്കെ ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 പാലാണ്. ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് 1 പാൽ ചേർക്കുന്നത്. 1 കപ്പ് 1 പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 പാൽ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. നമ്മുടെ
വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഓണത്തിന് പല വിധത്തിലുള്ള പായസം തയ്യാറാക്കാറുണ്ട്. ഇത്തവണ ഇതുപോലെ ഒരു പഴം പ്രഥമൻ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.